Hi students, welcome to our cooperation class. In previous class, we discussed the topic Model Cooperative Societies Act, Brahma Prakash Committee Model. Today, I will discussing the next Model Cooperative Societies Act, Andhra Pradesh Mutually Aided Cooperative Societies Act 1995. അപ്പോൾ ആന്ധ്രാപ്രദേശ് മ്യൂച്വലി എയ്ഡഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. The act was passed by the Andhra Pradesh Legislative Assembly on 4th May 1995. 4th May 1995 ആന്ധ്ര ലെജിസ്ലേറ്റീവ് അസംബ്ലി ആന്ധ്രാപ്രദേശ് മ്യൂച്വലി എയ്ഡഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ്സാക്കുന്നത്. The act is a milestone in the history of the Indian cooperative movement. ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ഹിസ്റ്ററിയിലെ നാഴികക്കല്ലാണ് ഈ ആന്ധ്ര ആക്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഫീച്ചേഴ്സ് ഓഫ് ആന്ധ്രാപ്രദേശ് ആക്ട്. ഫസ്റ്റ് പോയിന്റ്, ടു റിലേ ഓൺ ദ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് വോളണ്ടറി സെൽഫ് ഫിനാൻസിംഗ് ആൻഡ് ഓട്ടോണമി ആൻഡ് ഫ്രീ ഫ്രം സ്റ്റേറ്റ് കൺട്രോൾ. സ്റ്റേറ്റ് കൺട്രോൾ അഥവാ ഗവൺമെന്റിന്റെ കൺട്രോളിൽ നിന്നും പൂർണ്ണമായിട്ടും റിമൂവ് ചെയ്തുകൊണ്ടാണ് ഈ ആക്ട് ഫോം ചെയ്തത്. മാത്രമല്ല, ഈ ആക്ടിലെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രിൻസിപ്പിൾസ് ആയിട്ടുള്ള സെൽഫ് ഫിനാൻസിങ് അതുപോലെ തന്നെ ഓട്ടോണമി തുടങ്ങിയ എല്ലാ പ്രിൻസിപ്പിളുകളും ഈ ആക്ട് ഫോളോ ചെയ്തു. ദെൻ സെക്കൻഡ് പോയിന്റ്, ടു അനേബിൾ നോ ലെസ് ദാൻ 10 ഇൻഡിവിജ്വൽ ബിലോങ്ങിങ് ടു ഡിഫറെന്റ് ഫാമിലി ടു ഫോം എ സൊസൈറ്റി. ഈ ആക്ട് പ്രകാരം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യണമെങ്കിൽ ഡിഫറെന്റ് ഫാമിലിയിൽപ്പെട്ട 10 ഇൻഡിവിജ്വൽസ് ഉണ്ടെങ്കിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യാനായിട്ട് സാധിക്കും. Then third feature, to enable the cooperative societies to regulate their functioning by framing bylaws subject to the provisions of the act. ഈ ആക്ട് പ്രകാരം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫംഗ്ഷനെ റെഗുലേറ്റ് ചെയ്യാനുള്ളതായിട്ടുള്ള ബൈലോ ഫ്രെയിം ചെയ്തു. Then fourth point, to enable the cooperative societies to mobilize their own funds. ഈ ആക്ടിലെ ഓരോ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കും അവരുടെ ഫണ്ടുകൾ സ്വയം അവർക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ കൊണ്ട് വന്നു. ദെൻ ഫിഫ്ത്ത് ഫീച്ചർ, ടു എംപവർ ദ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ടു പ്രൊവൈഡ് ഫോർ ദ ക്വാളിഫിക്കേഷൻസ് ആൻഡ് ഡിസ്ക്വാളിഫിക്കേഷൻസ് ഫോർ മെമ്പർഷിപ്പ്. അതായത് ഒരു മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ അവർക്ക് വേണ്ട എന്തൊക്കെ ക്വാളിഫിക്കേഷൻ വേണമെന്ന് ഈ സൊസൈറ്റി തന്നെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പവർ ഈ ആക്ടിന്റെ കീഴിൽ കൊണ്ട് വന്നു. ദെൻ സിക്സ്ത്, ടു ഡിഫൈൻ ദ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദ ജനറൽ ബോഡി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ജനറൽ ബോഡിയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അവരുടെ പവേഴ്സ് എന്തൊക്കെയാണ്, അത് പ്രത്യേകം ഈ ആക്ടിൽ ഡിഫൈൻ ചെയ്തു. ജനറൽ ബോഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സുപ്രീം അതോറിറ്റിയാണ് എന്ന് പറയുന്നത് ജനറൽ ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ ജനറൽ ബോഡിയുടെ ഫങ്ഷൻസ് പവേഴ്സുകളൊക്കെ പ്രത്യേകം ഈ ആക്ടിൽ ഡിഫൈൻ ചെയ്തു. ദെൻ സെവൻത്ത് പോയിന്റ്, ടു പ്രൊവൈഡ് ഫോർ പ്രോപ്പർ അക്കൗണ്ടബിലിറ്റി ആൻഡ് ഫോർ ദാറ്റ് പർപ്പസ് ടു കണ്ടക്ട് ഓഡിറ്റ്, എൻക്വയറി ആൻഡ് ഫോർ ദ റിക്കവറി ഓഫ് ലോസ് കോസ് ടു ദ സൊസൈറ്റി ബൈ മിസ്കണ്ടക്ട് ഓർ അതർവൈസ്. അതായത് ഈ ആക്ടിലെ പ്രത്യേക ഒരു പ്രോപ്പർ അക്കൗണ്ടബിലിറ്റി ക്രിയേറ്റ് ചെയ്തു. അതായത് ഓഡിറ്റ് നടത്തുന്ന കാര്യങ്ങൾ, എൻക്വയറി നടത്തുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ ഏതെങ്കിലും വ്യക്തികളുടെ മിസ്കോണ്ടക്ട് അല്ലെങ്കിൽ മിസ്അപ്രോപ്രിയേഷൻ മുഖേന കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഏതെങ്കിലും തരത്തിലുണ്ടായ ലോസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് റിക്കവർ ചെയ്തെടുക്കാനുള്ള ഒരു പ്രൊവിഷൻസ് ഒക്കെ ഈ ആക്ടിന്റെ കീഴിൽ കൊണ്ടുവന്നു. ദെൻ എയ്ത്ത്, ടു പ്രൊവൈഡ് ഫോർ ദ സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ് ബൈ കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് എ കോപ്പറേറ്റീവ് ട്രൈബ്യൂണൽ. കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊക്കെ സെറ്റിൽ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ട്രൈബ്യൂണലുകൾ ഈ ആക്ടിന്റെ കീഴിൽ കൊണ്ടുവന്നു. നയൻത്ത് പോയിന്റ്, ടു ഡിഫൈൻ ദ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ജനറൽ ബോഡി. ജനറൽ ബോഡിയുടെ ഫങ്ഷൻസ് പവേഴ്സ് ഒക്കെ പ്രത്യേകം ഈ ആക്ടിൽ ഉൾപ്പെടുത്തി. 10th point, to make the cooperative societies responsible to conduct the election and to regulate the process thereof. കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഇലക്ഷൻ നടത്താനും അതിൻ്റെ പ്രോസസ്സിനെ റെഗുലേറ്റ് ചെയ്യാനുള്ളതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ നിക്ഷിപ്തമായി. ഇത്രയാണ് ആന്ധ്രാപ്രദേശ് മ്യൂച്വലി എയ്ഡഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ ഫീച്ചേഴ്സിൽ പറഞ്ഞത്. ദെൻ നെക്സ്റ്റ് ടോപ്പിക്,
വൈദ്യനാഥൻ കമ്മിറ്റി ആൻഡ് 111th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്. വൈദ്യനാഥൻ കമ്മിറ്റിയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിനെ കുറിച്ചാണ് അടുത്ത ടോപ്പിക്കിൽ പറയുന്നത്. In 2004, Professor Vaidyanathan, as the chairman, constituted a task force to study the problem of cooperative banking, especially the qualitative aspects of lending. ബാങ്കിംഗ് മേഖലയിലെ ലെൻഡിംഗ് ഫെസിലിറ്റീസിലെ ഉണ്ടായിരുന്ന പ്രോബ്ലത്തെ കുറിച്ച് സ്റ്റഡി നടത്താൻ വേണ്ടി ഇൻ 2004 പ്രൊഫസർ വൈദ്യനാഥൻ ചെയർമാനുള്ള ഒരു കമ്മിറ്റീനെ അപ്പോയിന്റ് ചെയ്തു. In 2005 September, central government has seriously considered the report of the task force and seek the opinion from state government. 2005 സെപ്റ്റംബറിൽ അന്നത്തെ സെൻട്രൽ ഗവൺമെന്റ് ഇത് ചെയ്തു, ഈ റിപ്പോർട്ട്, ഈ ടാസ്ക് ഫോഴ്സിന്റെ റിപ്പോർട്ടിനെ സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്തു. അങ്ങനെ കോർപ്പറേഷൻ ബീങ് എ സ്റ്റേറ്റ് സബ്ജക്ട് ഡിസൈഡഡ് ടു ഇംപ്ലിമെന്റ് ദ റെക്കമെൻഡേഷൻ ആസ് ആൻഡ് വെൻ ദ സ്റ്റേറ്റ് സൈൻസ് ദ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്സ് ഓൺ ദ എബവ് ആസ്പെക്ട്സ്. അതായത് കോർപ്പറേഷൻ ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആയിട്ട് റെക്കമെൻഡ് ചെയ്തു. അങ്ങനെ ഈ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനെ ഇംപ്ലിമെന്റ് ചെയ്യുകയും അന്നത്തെ സ്റ്റേറ്റ് ഗവൺമെന്റ് അതിന്റെ മെമ്മോറാണ്ടത്തിൽ സൈൻ ചെയ്യുകയും ചെയ്തു. ദെൻ എന്തൊക്കെയാണ് ഈ സ്റ്റഡിയിൽ മെയിൻ ആയിട്ടുള്ള ഡിസ്കഷൻ നടത്തുന്നതെന്നാണ് ദെൻ പറയുന്നത്. മെയിൻ ഏരിയാസ് ഓഫ് ഡിസ്കഷൻ. ദ റിപ്പോർട്ട് ഡിസ്കസ്ഡ് ദ ഫോളോയിങ്. താഴെ പറയുന്ന മാറ്റേഴ്സുകളാണ് ഈ വൈദ്യനാഥൻ കമ്മിറ്റിയുടെ ടാസ്ക് ഫോഴ്സിലെ മെയിൻ ആയിട്ട് ഡിസ്കഷൻസ് നടന്നത്. ഫസ്റ്റ്, ദ പ്രസന്റ് കണ്ടീഷൻ ഓഫ് കോപ്പറേറ്റീവ് സെക്ടർ. ഇന്നത്തെ കോപ്പറേറ്റീവ് സെക്ടറിന്റെ ആ പ്രസന്റ് കണ്ടീഷൻസ് എന്തൊക്കെയാണ്, ആ കണ്ടീഷനെ കുറിച്ച് ഡിസ്കഷൻസ് നടന്നു. ദെൻ സെക്കൻഡ്, മാനേജീരിയൽ ആസ്പെക്ട്സ് ഓഫ് ഷോർട്ട് ടേം ലെൻഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് ഷോർട്ട് ടേം ലോണുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജ്മെന്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കഷൻസ് നടത്തി. ദെൻ തേർഡ്, എക്കണോമിക് റിനോവേഷൻസ്. അതായത് സാമ്പത്തികമായിട്ട് എന്തൊക്കെ പരിഷ്കാരങ്ങളാണ് കൊണ്ടുവരേണ്ടത്. ദെൻ ഫോർത്ത്, ദ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോർ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. ഓരോ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കും ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫിക്സ് ചെയ്തു. ദെൻ നെക്സ്റ്റ് പോയിന്റ്, ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഓഫ് ഗവൺമെന്റ്. അതായത് ഗവൺമെന്റ് ഓരോ കോപ്പറേറ്റീവ് സൊസൈറ്റികളും എത്രയാണ് ക്യാപിറ്റല് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ദെൻ ടെക്നിക്കൽ അസിസ്റ്റൻസ് ഓഫ് സൊസൈറ്റീസ്. സൊസൈറ്റിക്ക് വേണ്ട ടെക്നിക്കലായിട്ടുള്ള അസിസ്റ്റൻസിനെ കുറിച്ച് ഡിസ്കഷൻസ് നടത്തി. ദെൻ അപ്ലിക്കേഷൻ ഓഫ് റെഗുലേറ്ററി ലോസ്. അതായത് റെഗുലേറ്ററി ലോസുകളൊക്കെ എങ്ങനെയാണ് അപ്ലിക്കബിൾ ആക്കേണ്ടത്, അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് നടന്നു. ദെൻ ഇന്നോവേഷൻസ് ഇൻ കോപ്പറേറ്റീവ് ലെൻഡിംഗ്. കോപ്പറേറ്റീവ് ലെൻഡിങ്ങിൽ എന്തൊക്കെ ഇന്നോവേഷൻസുകളാണ് വരുത്തേണ്ടത് എന്നതിനെക്കുറിച്ചും ഗാഢമായിട്ടുള്ള ഡിസ്കഷൻസ് നടന്നു. ആൻഡ് ലാസ്റ്റ്, സ്റ്റേജ് ബൈ സ്റ്റേജ് 3 ടയർ റീസ്ട്രക്ചറിങ് പ്രോസസ്സ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിനെ നമുക്കറിയാം, അതൊരു 3 ടയർ സ്ട്രക്ചറാണ്. ആ സ്ട്രക്ചറിൽ എന്തൊക്കെ റീസ്ട്രക്ചർ വരുത്തണം എന്നതിനെക്കുറിച്ചും ഡിസ്കഷൻസ് നടന്നു. ഇത്രയാണ് വൈദ്യനാഥന്റെ റിപ്പോർട്ടിലെ മെയിൻ ഡിസ്കഷൻ എന്ന് പറയുന്നത്. ദെൻ വൈദ്യനാഥൻ കമ്മിറ്റിയുടെ മെയിൻ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് വൈദ്യനാഥൻ കമ്മിറ്റി നടത്തിയ ഈ ഡിസ്കഷന്റെ ബേസിസിൽ താഴെ പറയുന്ന റെക്കമെൻഡേഷൻസിൽ അത് കൺക്ലൂഡ് ചെയ്തു. ഫസ്റ്റ്, ഫിക്സിംഗ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫോർ എക്സ്റ്റെൻഡിംഗ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസ്, ഡിസ്ട്രിക്റ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. അതായത് പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റികൾ, അതുപോലെ തന്നെ ഡിസ്ട്രിക്റ്റ് കോപ്പറേറ്റീവ് ബാങ്കുകൾ, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകൾ തുടങ്ങിയവയുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫിക്സ് ചെയ്തു. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫിക്സ് ചെയ്തു. ദെൻ സെക്കൻഡ് റെക്കമെൻഡേഷൻ, ടു റെഡ്യൂസ് ദ ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ് റെപ്രസെന്റേഷൻസ് ഇൻ ഡയറക്ടർ ബോർഡ്. ഡയറക്ടർ ബോർഡിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ റെക്കമെൻഡേഷനെ റെഡ്യൂസ് ചെയ്യാനുള്ള ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷനെ അവിടെ റെഡ്യൂസ് ചെയ്തു. Then next point, to made it applicable the main sections of Banking Regulation Act to cooperatives in the country.
നമ്മുടെ രാജ്യത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റികളിലൊക്കെ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിന്റെ സെക്ഷൻസുകൾ അപ്ലിക്കബിൾ ആക്കുവാനുള്ള ചില പ്രൊവിഷൻസ് ഈ റെക്കമെൻഡേഷനിൽ കൊണ്ടുവന്നു. ദെൻ നെക്സ്റ്റ് പോയിന്റ്, പ്രൊഹിബിഷൻ ഓഫ് യൂസിംഗ് ദ ടേം ബാങ്ക്, ബാങ്കർ, ബാങ്കിങ് വിത്ത് ദ നെയിം ഓഫ് നോൺ ബാങ്കിങ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ നടത്താത്ത മറ്റ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഒരിക്കലും അവരുടെ നെയിമിന്റെ കൂടെ ബാങ്ക്, ബാങ്കർ, ബാങ്കിങ് തുടങ്ങിയ വേർഡുകൾ ഉപയോഗിക്കാനായിട്ട് പാടില്ല. ദ നെക്സ്റ്റ് പോയിന്റ്, നോൺ ബാങ്കിങ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഷുഡ് നോട്ട് റിസീവ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഫ്രം പബ്ലിക്. അതുപോലെ നോൺ ബാങ്കിങ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഒരിക്കലും പബ്ലിക്കിൽ നിന്ന് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ റിസീവ് ചെയ്യാനായിട്ട് പാടില്ല. അടുത്ത റെക്കമെൻഡേഷൻ, ഇഫ് ദ നെയിം ആൻഡ് ഏരിയ ഓഫ് ഓപ്പറേഷൻസ് ഓഫ് ദ കോപ്പറേറ്റീവ് ബാങ്ക് വിഷസ് ടു മേക്ക് ചേഞ്ചസ് പ്രയർ അപ്രൂവൽ ഓഫ് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈസ് റിക്വയർഡ്. അതായത് ഏതെങ്കിലും കോപ്പറേറ്റീവ് ബാങ്കിന്റെ നെയിം മാറ്റണമെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഏരിയയിലെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തണമെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ ചേഞ്ച് വരുത്താൻ സാധിക്കുകയുള്ളൂ. ദെൻ നെക്സ്റ്റ്, the managing committee of the corporation consists of at least 5% from banking, law or management knowledge or experience. കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മാനേജിംഗ് കമ്മിറ്റിയിൽ വരുന്ന 5% എങ്ങനെയുള്ള ആളുകളായിരിക്കണം? ബാങ്കിങ് മേഖലയിലും അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ലോസിനെ കുറിച്ചും അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജ്മെന്റിനെ കുറിച്ചൊക്കെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ മാത്രമേ മാനേജിംഗ് കമ്മിറ്റിയിൽ അപ്പോയിന്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. Then അടുത്ത recommendation, the prudential norms of the Reserve Bank should be made it applicable to cooperative in matters of receiving deposit, lending funds, investment of funds. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആ നോംസ് അഥവാ ആ കണ്ടീഷൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഫോളോ ചെയ്യണം. ഏതൊക്കെ കാര്യത്തില്? റിസീവിംഗ് ഡെപ്പോസിറ്റിന്റെ കാര്യത്തില്, ലെൻഡിങ് ഫണ്ട്സിന്റെ കാര്യത്തില്, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഫണ്ട്സ്. ഇത്രയും കാര്യങ്ങളിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറയുന്ന ആ റൂൾസ് ആൻഡ് കണ്ടീഷൻസ് ഫോളോ ചെയ്യണം. ദെൻ അടുത്ത റെക്കമെൻഡേഷൻ, ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഓഫ് ദ കോപ്പറേറ്റീവ് ഷുഡ് ബി ഓഡിറ്റഡ് ആൻഡ് ബി സർട്ടിഫൈഡ് ബൈ ചാർട്ടേഡ് അക്കൗണ്ടന്റ്. അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റുകൾ ഒക്കെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ കൊണ്ട് ഓഡിറ്റ് നടത്തുകയും അത് സർട്ടിഫൈ ചെയ്യുകയും വേണം. അടുത്തത്, ദ മാനേജിംഗ് കമ്മിറ്റി ഓഫ് കോപ്പറേറ്റീവ് കനോട്ട് ബി ഡിസോൾവ് വിതൗട്ട് ഒബ്റ്റെയിനിങ് ദ പെർമിഷൻ ഫ്രം ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അപ്രൂവൽ കൂടാതെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും കമ്മിറ്റീനെ, അതായത് മാനേജിംഗ് കമ്മിറ്റീനെ ഒരിക്കലും ഡിസോൾവ് ചെയ്യാനായിട്ട് പാടില്ല. ദെൻ ലാസ്റ്റ് റെക്കമെൻഡേഷൻ, the powers for appointing administrator is vested in Reserve Bank of India. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അഡ്മിനിസ്ട്രേറ്ററെ അപ്പോയിന്റ് ചെയ്യാനുള്ള പവർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വെസ്റ്റഡ്. ഇത്രയാണ് വൈദ്യനാഥൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിൽ പറയുന്നത്. ഇനി ഇതിൻ്റെയൊക്കെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്, ദ എയിം ഓഫ് ദ എബവ് റെക്കമെൻഡേഷൻ ഈസ് ടു മേക്ക് സ്ട്രക്ചറൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ചേഞ്ച് ഇൻ ദ ഫങ്ഷനിങ് ഓഫ് കോപ്പറേറ്റീവ് and applicable of Banking Regulation Act to cooperative in the country. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ സ്ട്രക്ചറൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷനിലെ ഒരു ചേഞ്ച് അവിടെ കൊണ്ടുവരിക. അതുപോലെ തന്നെ കോപ്പറേറ്റീവ്, നമ്മുടെ രാജ്യത്തെ എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കും ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അപ്ലിക്കബിൾ ആക്കുക എന്നതാണ് ഇതിൻ്റെയൊക്കെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് എയിം എന്ന് പറയുന്നത് is streamlining resource mobilization, effective administration and management technically viable operations of the cooperative within the country. നമ്മുടെ രാജ്യത്തെ എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കും സ്വയം അവരുടെ ഡെപ്പോസിറ്റ് മൊബിലൈസ് ചെയ്യാനുള്ള കഴിവുണ്ടാക്കുക, അതുപോലെ നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ് സിസ്റ്റം കൊണ്ടുവരിക എന്നതാണ് മറ്റൊരു എയിം എന്ന് പറയുന്നത്. The report presented in the monsoon session of Lok Sabha in 2011 and passed in 28th December 2011. ഇതുമായി ബന്ധപ്പെട്ട റെക്കമെൻഡേഷൻസ് ലോക്സഭയിലെ അവതരിപ്പിച്ചത് 2011ലാണ്.
അത് പാസ്സായത് 28 ഡിസംബർ 2011 ഇത് പാസ്സായി കിട്ടിയത്. After passing the bill, cooperative movement in country become autonomous, democratic and professional management. Most of the recommendations of the Vaidyanathan Committee are implemented in free through the 111th Constitutional Amendment. വൈദ്യനാഥൻ കമ്മിറ്റിയുടെ ഈ റെക്കമെൻഡേഷനിൽ നമ്മുടെ എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികളും സ്മൂത്തായി പോകുവാനുള്ള ഒരു റെക്കമെൻഡേഷൻസ് ഇംപ്ലിമെൻ്റ് ചെയ്തു. ടുഡേ വി കൺക്ലൂഡഡ് ദ ടോപ്പിക്. ഫസ്റ്റ് ടോപ്പിക് ആന്ധ്രാപ്രദേശ് മ്യൂച്വലി എയ്ഡഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1995 ആൻഡ് സെക്കൻഡ് ടോപ്പിക് വൈദ്യനാഥൻ കമ്മിറ്റി റെക്കമെൻഡേഷൻസ്. Thank you all. See you next week. Okay, bye.